ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തൊട്ടപ്പെട്ട വ്യൂ പോയിന്റിലേക്ക് വിട്ടു. അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ അവിടെ ഗൂഗിൾ പേയിൽ ഞങ്ങളുടെ ക്യാഷും ഇല്ല. ഇവനാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ കയറാൻ നോക്കി അവനെ കൈയോടെ പിടികൂടി. ടിക്കറ്റ് എടുക്കാതെ പിടിച്ചിട്ട് ഇവന്റെ ആറ്റിറ്റ്യൂഡിന് ഒരു കുറവില്ല. ഒരു വിവരം അറിയിക്കാനുണ്ട്. നമ്മള് 5 ആളാണ് നമ്മളെ ഭാഗത്തു നിന്ന് വന്നത്. ചക്കര കിട്ടിയിരിക്കുകയാണ്. സംഭവം ഏതോ പെണ്ണിന്റെ ബാക്കിൽ പോയിട്ട് കാണാതാണ്. ഇവന് പറയുന്നത് വഴി തെറ്റിയതാണ്. എന്തോ ആവട്ടെ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രാങ്ക് ആക്കാന്ന് കുറച്ചധികം അവിടെ നിന്നാൽ തല്ലുകൊള്ളുന്ന ഉറപ്പാണ്. ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് വിട്ടു. റിസോർട്ടിലാണെങ്കിൽ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. റിസോർട്ട് ചുറ്റിപ്പറ്റി കണ്ട് അവിടെയുള്ള വ്യൂ കണ്ട് ഞങ്ങൾ നേരെ ചോറ് ഓർഡറാക്കി കഴിച്ചു. ഇത് കോടയാണോ അല്ലെങ്കിൽ തീ പിടിച്ചതാണോ എന്ന് അറിയാൻ പറ്റുന്നത്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചോക്ലേറ്റ് കഴിക്കാനുള്ള മോഹമായി ഞങ്ങൾ നേരെ മോഡീസ് ചോക്ലേറ്റിലേക്ക് പറയാതിരിക്കാൻ വയ്യ. അടാറ് ടേസ്റ്റ്. ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നടക്കാൻ വേണ്ടി ഇറങ്ങി. നടക്കുമ്പോൾ നമ്മുടെ ചെക്കൻ ഒരു കണ്ണാടി കണ്ട. കണ്ണാടി വേണമെന്ന് അയാൾ 650 രൂപയുടെ കണ്ണാടി നമ്മൾ 150 രൂപക്ക് തരുമെന്ന് വെച്ചാൽ അയാൾ വിട്ടോന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വിട്ടു. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ പെണ്ണുങ്ങൾ വന്ന് ഷവർമന്റെ റേറ്റ് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഷവർമ ഇരിക്കുന്ന ആളുടെ കസേരയാണ്. പക്ഷെ പെണ്ണുങ്ങളാണ്ട് അവൻ ഷവർമ അടിക്കുന്ന ആളെ പോലെ ഫുള്ള് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ റൂമിലെത്തി കുറച്ച് ക്യാരംസും കളിച്ച് ഞങ്ങൾ കിടക്കാന്ന് വിചാരിച്ചു. ശേഷം റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ബേബി ആദ്യം കിടത്തി ഉറങ്ങി. ശേഷം ടിവിയും കണ്ട് ഞങ്ങളും കിടന്നുറങ്ങി.